ഏതൊക്കെ മാറ്റി പറ. ഇത് ആ ഇത് 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 പിന്നെന്താ മാറ്റി? ഹേ ഗൈസ്, ട്രോഗക്സിൻ്റെ പുതിയൊരു നൈറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ രാത്രി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണമുണ്ടെന്നില്ല. നിങ്ങൾ തമ്പനയിൽ കണ്ടുണ്ടാകും, മനസ്സിലാകുമായിരിക്കും നിങ്ങൾക്ക്. ഞാൻ റീസെൻ്റ്ലി നമ്മുടെ വണ്ടിയിൽ ഒരു ട്യൂബ് പമ്പ് വർക്ക് ചെയ്യിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ട്യൂബ് ടാങ്കിന് വന്നിട്ട് നമ്മൾ ലെൻസ് പുതിയത് മാറ്റിയായിരുന്നു. എന്നാലും അറിയാം, ഒറിജിനൽ പോലെ വരത്തില്ല. ഏത് ലെൻസ് ഇട്ടാലും എന്തായാലും ഉറപ്പായിട്ട് ലീക്ക് ഉണ്ടാകുമെന്ന് അറിയാം. പക്ഷേ ഇത്ര പെട്ടെന്ന് ലീക്ക് കിട്ടുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗൈസ്. അപ്പോൾ ഇന്ന് തന്നെ വൈകുന്നേരം ഞാൻ വർക്കെല്ലാം കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മളെ വേറെ ഫ്രണ്ട് പറഞ്ഞ് വണ്ടിയിൽ എന്തോ ഓയിൽ കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ നോക്കി അത്യാവശ്യം ഓയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിലപ്പോൾ നാളെ കഴിഞ്ഞ ദിവസം റീഫിൽ ചെയ്തായിരുന്നു തലേ ദിവസം. അപ്പോൾ അതിൻ്റെ ഓയിലാണ് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഓയിലല്ല ഗൈസ്. പിന്നെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ പിന്നെയും ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു പണിയൊക്കെ ചെയ്തിട്ട് ഇരിക്കണം. അപ്പോൾ എങ്ങനെ ഹൗ ടു ഫൈൻഡ് ആ ഒരു ഓയിൽ ലീക്ക് എന്നുള്ളതാണ്. കറക്റ്റ് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാമോ? സീലിൽ നിന്നാണോ, ഇനി വല്ല അടിയിലുള്ള ഡാമേജ് വല്ലതാണോ, ക്യാനുള്ള ഡാമേജ് വല്ലതാണോ അറിയാനുള്ള കണ്ടുപിടുത്തലാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് പൊടിക്കൈകൾ അല്ലെങ്കിൽ പ്രിക്കോഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്തിയതാണ് ഈ ചെറിയ വീഡിയോ. ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി എവിടെയും കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ നമ്മൾ പല വീഡിയോകളും അങ്ങനത്തെ കുറേ വീഡിയോ ആണ്. കാരണം എവിടെയും കിട്ടാത്ത വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യണം, അത് എങ്ങനെ ഫിക്സ് ചെയ്യണം കൂടെ നമുക്ക് നോക്കാം. എന്തായാലും ഫിക്സ് ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പോൾ 1 ലിറ്ററോളത്തോളം ഓയിൽ ഉണ്ട്. 1 ലിറ്റർ അല്ലെങ്കിൽ 3/4 ലിറ്ററോളം ഓയിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് മൊത്തം പോയി കഴിഞ്ഞാൽ മൂഞ്ചും ഗൈസ്. പിന്നെ അപ്പോൾ ആദ്യം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ഓയിലും തുടച്ചെടുത്ത് പിന്നെ നേരെ എൻ്റെ ഒരു സ്പ്രേ ഉണ്ട്. സ്പ്രേ എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ നമ്മുടെ ചെടികളൊക്കെ തെളിക്കുന്ന അല്ലേ, അതിൽ നമ്മളെപ്പോഴും ഷാമ്പു, വണ്ടി കഴുകുന്ന ഷാമ്പു ഒക്കെ വെക്കും. അതിൽ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്തിട്ട് എല്ലാവിടെയും അടിച്ച് വിട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് കഴുകിയിട്ട് മൊത്തം ഡ്രൈ ക്ലോത്ത് വെച്ച് തുടച്ചെടുത്ത്. അപ്പോൾ ഇനി എവിടെയാണ് സ്പോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓയിൽ കറക്റ്റ് ഇറങ്ങി ഇങ്ങനെ ഒഴുകി പോകണം. അപ്പോൾ മറ്റേ ഇതിന് മേലേക്ക് വീഴുന്നത്. ഇപ്പോൾ എന്താ ഞാൻ കുറച്ചൊരു ഒബ്സർവേഷനിൽ നിന്ന് ഇരിക്കുകയാണ്. ഞാൻ ഇതിന് വേണ്ടി എവിടെയെങ്കിലും ഒറ്റുമെന്ന് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് എവിടെയെങ്കിലും ഒരു ലീക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ടാങ്കിൻ്റെ അടിയിൽ നിന്നാണോ ഇനി ഈ ലെൻസിൻ്റെ എവിടെയെങ്കിലും ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ്. നമ്മുടെ ഇതിൻ്റെ ഉള്ള ഈ സംഭവം മീറ്ററൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലെവൽ ഗേജൊക്കെ ഉണ്ടായിരുന്നു. ലെവൽ ഗേജൊക്കെ വർക്കിംഗ് ആണ്. ബാക്കിയെല്ലാം പെർഫെക്റ്റ് വർക്ക് ചെയ്യണം. നമുക്ക് ഏകദേശം ഈ ലെവലോളം ഓയിൽ ഇരിപ്പുണ്ട്. വന്നിട്ടുണ്ട് ഗൈസ്. ഓയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സ്പോട്ട് ഉണ്ടോ? കറക്റ്റ് ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് ഓയിൽ വരുന്നത്. ശോകം ഗൈസ്. ഹലോ ഗൈസ്, ഇത് ഡേ 2 ആണ്. ഡേ 2 നമ്മുടെ കാർബറേറ്റർ നമ്മുടെ ട്യൂബ് ടാങ്കിൻ്റെ വന്നിട്ട് സീലിൻ്റെ ഓയിലേക്ക് ഫിക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മറ്റേ MCL വാങ്ങിയിട്ടുണ്ട്. MCL അപ്പോൾ ഇത് വെച്ച് ഒട്ടിക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ വാട്ടർ വെച്ച് ക്ലീൻ ചെയ്തിട്ട് മറ്റേ സോപ്പ് വാട്ടർ ഇട്ട് ക്ലീൻ ചെയ്തിട്ട് മൊത്തം ഓയിലൊക്കെ ക്ലീൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വെച്ചിട്ട് ഒട്ടിക്കണം. ഇങ്ങനെ ആക്കിയത് കൊണ്ട് കയ്യിൽ ഒട്ടത്തില്ല എന്നാണ് പറഞ്ഞത്. സീരിയസ്ലി ഗൈസ്, കയ്യിൽ ഒട്ടുന്നില്ല. കറക്റ്റ് എന്താ പറയുക, ഒരു പേസ്റ്റ് രൂപത്തേക്ക് തന്നെ മാറിയിട്ടുണ്ട്. കറക്റ്റ് സീലിൻ്റെ ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നിൽക്കുന്നതാണ് തോന്നുന്നത്. നമുക്ക് നല്ലോണം പരത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്ത് വിടാം. എവിടെയും ലീക്ക് വരാത്ത രീതിക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇത് കുറച്ച് നേരം ഉണങ്ങാനുള്ള സമയം കൊടുക്കണം ഗൈസ്. അതെ, മുകളിൽ വെച്ചിട്ടൊക്കെ നന്നായിട്ട് സ്പ്രെഡാക്കി വരും. അവിടെയൊക്കെ പുതിയ സാധനമാണ്. അല്ല ഒട്ടിക്ക് ഒക്കെ പഴങ്ങി വന്നോ? അപ്പോൾ ഒട്ടിക്കാൻ പുഴങ്ങി വന്നിട്ട് ഇത് മാറ്റി അവളും വീട് എടുത്ത് കാണിച്ചു. ഏതൊക്കെ മാറ്റി പറ. ഇത് 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 പിന്നെന്താ മാറ്റി? പിന്നെന്താ മാറ്റി? ഉറപ്പല്ലേ? ഇതൊന്നും ചെയ്യണ്ടല്ലോടാ. ഈ ഗ്ലാസ് മാറ്റിയ ഒരു കുന്തവും മാറ്റിയിട്ടില്ല ഇല്ലേ ഗൈസ്. അപ്പോൾ സെറ്റാക്കി ഉണ്ട്. ഇനി ഓയിലേക്ക് വരുന്നുണ്ടോ നോക്കിയിട്ട് പറയാട്ടാ. ഇത് മിണ്ടാണ്ടിരിക്കടി. അപ്പോൾ ഗൈസ്, പുതിയ വീഡിയോ കണ്ടുവരെ ബൈ.
പിന്നെയും പണി പൊളി ഗൈസ്, ആകെ സീനായി ഗൈസ്. പിന്നെയും നല്ല ലീക്ക് മേളിൽ കൂടെ അടി അടിച്ചപ്പോൾ ആ അടിയത്തെ ലീക്ക് മേളിൽ കൂടെ വരാൻ തുടങ്ങി ഗൈസ്. ഒന്നും കൂടെ സോപ്പ് വാട്ടറൊക്കെ വെച്ച് നല്ല ക്ലീൻ ചെയ്യണം. ശ്യാം ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഞാൻ വട്ടത്തിലിടാൻ വേണ്ടി ഫുള്ളായി കവർ ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. എന്താകുമെന്നൊന്നും അറിയില്ല, നോക്കാം, കണ്ട് കാണാം ഗൈസ്. ഇപ്പോൾ റൗണ്ടിൽ ക്യാപ്പ് മൊത്തം ക്യാപ്പിൻ്റെ ലെൻസ് മൊത്തം ക്ലോസ് ചെയ്തും കൂടെ ഇടാൻ പോകണം. കാരണം വേറെ ഒരു വഴിയില്ല. ശ്യാം അവിടെ കടിക്കുന്ന പ്രയത്നത്തിലാണ് വെള്ളമൊക്കെ ഇട്ട് മറിച്ച് ചെയ്ത് മറ്റേ ലെൻസിക്കാകത്ത പോലത്തേക്കടാ. അത് പിന്നെ എടുക്കാം, റൗണ്ടാക്കി എടുക്കാം. അമത്തി ചെയ്താൽ മൊത്തത്തിൽ ഇതാവത്തുള്ളൂ. ഇനി ഒരിക്കലും ഇത് തുറന്നു തരാൻ പറ്റില്ല. അങ്ങനത്തെ ചെയ്തു ഇനി ലെൻസ് ആർക്കും ഊരാൻ പറ്റാത്ത പോലും ചെയ്താക്കി തരും. ഇവരൊക്കെ ചെയ്യാം, നോക്കട്ടെ ഗൈസ്. ഇപ്പോൾ നമ്മുടെ ശ്യാം സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ യാതൊരു ലീക്കും ഇവിടെ വന്നിട്ടില്ല കേട്ടോ. ശ്യാമിൻ്റെ പൊടിക്കൈ, അവൻ്റെ എന്താ പറയുക, അവൻ്റെ ആ വലിയ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു വിപ്ലവം സക്സസ് ആയിരിക്കുമെന്ന് തോന്നുന്നത്. പക്ഷേ ഒരു അടിയിൽ ഈ ടോയിൽ ചെറിയൊരു ഇത് വരുന്നുണ്ടല്ലേ, അവിടെ ആയിട്ട് ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ മുമ്പത്തെയാണ് തോന്നുന്നു. വേറെ ഈ ഒരു ഏരിയയിൽ അങ്ങനെ ഓയിൽ ലീക്ക് വന്നിട്ടില്ല കേട്ടോ. എന്തായാലും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ട്രൈ ആകാനുണ്ട് മൊത്തത്തിൽ. നോക്കാം, നാളേക്ക് ഇനി ടോപ്പ് അപ്പ് ചെയ്യണം. ഇനി നാളെ ചെറിയ ട്രിപ്പുണ്ട്, അപ്പോൾ ടോപ്പ് അപ്പ് ചെയ്യണം. ടോപ്പ് പോയിട്ട് നോക്കണം എന്തവസ്ഥ എന്ന്.